ഹായ്, നമ്മൾ ജീവിതത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കുറച്ച് ആളുകളുണ്ടാവും. ഏറ്റവും അധികം നമ്മൾ വിശ്വസിക്കുക ഒരുപാട് ഭക്തിമാർഗത്തിൽ സംസാരിക്കുന്നവരെ, ഭയങ്കരമായിട്ട് ദൈവത്തിനെ പറ്റിയിട്ട് പഠിച്ചവനെ പറ്റിയിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വളരെ കൂടുതൽ ഇങ്ങനെ ദൈവമാർഗത്തിൽ ആത്മീയമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര ഭക്തിയുള്ളതാണ്, ഒരിക്കലും ചതി ചെയ്യില്ല, ഭയങ്കര നല്ല സ്വഭാവമാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം നിലവിൽ അതാണ് ഏറ്റവും വലിയ ബിസിനസ്. അതായത് മറ്റൊരാളെ ചതിക്കാനുള്ള, മറ്റൊരാളെ പറഞ്ഞു പറ്റിക്കാനുള്ള, അവരുടെ കയ്യിൽ നിന്നുള്ള സമ്പത്ത് മേടിച്ചെടുക്കാനുള്ള, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ പാർട്ട്ണർ ചേർക്കാനുള്ള, അങ്ങനെയൊക്കെ പല എന്താണ് പറയുക കാര്യങ്ങളിലേക്ക് മറ്റു മനുഷ്യരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഈ ഭക്തി മാർഗത്തിൽ പറയാന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും എന്താണ് പറയുക മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ദൈവമാർഗത്തിൽ ജീവിക്കുന്നവരാരും മറ്റുള്ളവരെ ചതിക്കില്ല, പറ്റിക്കില്ല, പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് വേറെ രീതിയിൽ പെരുമാറില്ല എന്നൊക്കെ. ആ ഒരൊറ്റ കാരണത്തെയാണ് നിലവിൽ ചതിക്കുവാനുള്ള ഏറ്റവും വലിയ ടൂളായിട്ട് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. വല്ലാണ്ട് ഭക്തി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ മറ്റൊരാൾ നമ്മളെ ചതിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അയാൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നെങ്കിലും വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കത് സഹിക്കാനുള്ളൊരു കരുത്തുണ്ടാവും. മറ്റത് അങ്ങനെയല്ല. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടൊരു വ്യക്തിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ട് നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് നമുക്കത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴൊരു വിഷയം എന്താണെന്നറിയും, നമ്മൾ ജീവിതത്തിൽ മറ്റാരും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ നമ്മൾ മാറും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം ലൈഫിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണക്റ്റായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവുന്നതാണെന്നുണ്ടെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്. അത് പരസ്പരം പങ്കുവെക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓരോ ആളുകൾക്ക് പറ്റുന്ന സംഭവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തിടത്തോളം ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതൊക്കെ ഹൈഡ് ചെയ്ത് അത്തരം ബിസിനസ്സുകാരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. സോ ബി കെയർഫുൾ. ഓക്കെ, താങ്ക് യു.